പെരുമ്പാവൂരിൽ ഗോപാലകൃഷ്ണൻ നായരുടെയും പ്രസിതാജി നായരുടെയും മകളായി ജനനം. MET പബ്ലിക് സ്കൂളിൽ നിന്നും പെരുമ്പാവൂർ ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദം നേടി. പിന്നെ TV ഷോകളിൽ ശ്രദ്ധേയയായി. അപ്പോഴാണ് സിനിമയിലേക്കുള്ള അവസരം ലഭിച്ചത്. SN സ്വാമിയുടെ തിരക്കഥയും VK പ്രകാശ് സംവിധാനം ചെയ്ത പോസിറ്റീവ് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. ആയില്യ എന്നത് യഥാർത്ഥ പേര്. തമിഴിൽ ശ്രദ്ധേയയായപ്പോൾ പേര് അനന്യ എന്നായി. ഒരിക്കൽ നീ പറഞ്ഞു, പതുക്കെ നീ പറഞ്ഞു, പ്രണയം ഒഴുകും പുഴയാണെന്ന്, പ്രണയം ഒഴുകും പുഴയാണെന്ന്. എൻ്റെ പോസിറ്റീവാണ് ഫസ്റ്റ് ഫിലിം. അതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അതിനുശേഷം അതിൽ നിന്ന് എന്നെ സ്വാമി സാറാണ്, SN സ്വാമി സാറ് എന്താ പറയുക, ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത്. ആ ഒരു ക്യാരക്ടർ മീൻസ് ത്രൂ ഔട്ടൊന്നുമില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഫുൾ സ്റ്റോറി പോകുന്നത്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ജ്യോതി എന്ന് പറഞ്ഞ ക്യാരക്ടർ പോസിറ്റീവിൽ. അപ്പോൾ എന്താ പറയുക, എനിക്ക് പടം ചെയ്യണം അങ്ങനെയൊന്നും ഒരു ആഗ്രഹമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു അവസരം കിട്ടി, എന്നാൽ ചുമ്മാ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തതാണ് പോസിറ്റീവ്. പക്ഷെ അത് എനിക്ക് നല്ലൊരു ബാനറിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് അതിലൊരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നിയത്. ഒരു ന്യൂ കമർ ആണ് എന്നുള്ളൊരു ഫീലില്ലാതെ VKP ആണെങ്കിലും നമ്മളെ ട്രീറ്റ് ചെയ്തത് ആ രീതിയിലാണ്. ഒത്തിരി ഭയങ്കര ഫ്രീ ആണ് VKP, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ജോയ്ഷ് സെറ്റായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു ആ സെറ്റിൽ വർക്ക് ചെയ്യാന്നുള്ളത്. ഇപ്പോഴും മറക്കാൻ പറ്റില്ല അതിൽ ഓരോ ഷോട്ട്. എൻ്റെ ഫസ്റ്റ് ഷോട്ടിന് എന്നെ വിളിച്ചതൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഫസ്റ്റ് ഡേ എന്നെ വിളിച്ച് സ്ക്രിപ്റ്റ് തന്നത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് VKPയുടെ അസിസ്റ്റൻറ്റ് വന്ന് പറഞ്ഞു, അനന്യ VKP വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്ന് അവിടെ ചെന്ന്, എന്താ VKP വിളിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ VKP പറഞ്ഞു, ഒന്നുമില്ല, നീ ഇവിടെ നിൽക്കണം, ഇങ്ങനെ ഒരു ബുക്ക് മറിക്കുന്ന ഒരു ഷോട്ടായിരുന്നു. ബുക്ക് മറിച്ചുകൊണ്ടിരിക്കണം, അപ്പോൾ സ്കന്ദ നോക്കും, അപ്പം നീ ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, നമുക്ക് ചുമ്മാ നോക്കാം എന്ന് പറഞ്ഞ് നോക്കി. പക്ഷെ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് വച്ചിരുന്നു, അത് ടേക്ക് പോയി. അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയ്യൊക്കെ ഇടും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ബുക്ക് മറിക്കാൻ ഇത്ര കൈയടിയോ, അങ്ങനെ ഒരു ഇതായി. പക്ഷേ അതൊക്കെ സത്യം പറഞ്ഞ VKP ടെൻഷൻ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഫസ്റ്റ് ഷോട്ട് വെച്ചത്. ചിലപ്പോൾ എന്നെ ചിലപ്പോൾ അതുമായിട്ട് എന്താ പറയുക, ഭയങ്കര ബോധേഡായിട്ട് നിന്നിരുന്നെങ്കിൽ അതിലേക്ക് തന്നെയായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ടെൻഷൻ. എങ്കിൽ എനിക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഷോട്ടിനൊക്കെ വിളിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും, ചിലപ്പോൾ ആ ഷോട്ട് എത്ര തവണ ചെയ്താലും ചിലപ്പോൾ ശരിയാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് എനിക്ക് അതിലൂടെ കിട്ടി. എൻ്റെ ഫസ്റ്റ് ക്യാമറ ഫേസ് ചെയ്ത് ഞാനൊരു സീനാണ്, ഒരു ഷോട്ട് ചെയ്തതാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അറിയാതെ ചെയ്ത ഒരു സംഭവമാണ് അതൊക്കെ. VKP എന്താ പറയുക, ഫ്രീ ആണ്, വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറക്ടർ. എനിക്ക് തോന്നുന്നു ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ്. എല്ലാ ലാംഗ്വേജിലും, തമിഴ്, തെലുഗു, മലയാളം, ഹിന്ദി ലാംഗ്വേജസിൽ ചെയ്ത ഡയറക്ടറാണ്. ഈവൻ ദോ അത്രയും ഫിലിംസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല, അയ്യോ വലിയ സീനിയറാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല. വളരെ ഫ്രീ ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത് പോസിറ്റീവിൽ തന്നെ. പോസിറ്റീവിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട്, ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം മദർ-ഇൻ-ലോ ഭയങ്കരമായിട്ട് ടീസ് ചെയ്യും, ഭയങ്കരമായിട്ട് ചീത്ത പറയും. ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ അടുത്ത് എല്ലാവരും, ഞാനെന്ന് വെച്ചാൽ ഒത്തിരി സംസാരിക്കുന്ന ഒരാളാണ്, അപ്പോൾ എല്ലാവരും കൂടി എൻ്റെ അടുത്ത് മിണ്ടാതെ ഭയങ്കര ദേഷ്യത്തിലൊക്കെ നിന്ന് കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു മനസ്സിലേക്ക് നമുക്ക് മീൻസ് ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർ എന്നെ മിണ്ടാതിരുന്നതും. VKP ഒന്നും ഞാൻ മിണ്ടാൻ ചെല്ലുമ്പോഴൊക്കെ മാറിപ്പോവും. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി, അയ്യോ എന്താ അവരിങ്ങനെയൊക്കെ ചെന്നു, ആരും മിണ്ടുന്നില്ല. അതിനുശേഷം ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഫീലിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിണ്ടാതിരുന്നത്.
അതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. ആദ്യമായിട്ട് ഫിലിം ചെയ്യുമ്പോൾ ഉള്ള ഓരോ അനുഭവങ്ങളാണ് ഇതൊക്കെ. ഫസ്റ്റ് സോങ് പോസിറ്റീവിലെ സോങ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മലൊക്കെ ആയിരുന്നു അത് ചെയ്യാൻ. കാരണം അയ്യോ എങ്ങനെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് കൈ തൊടുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈവൻ സ്കന്ദയാണെങ്കിലും പോലെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് മിങ്കിൾ ചെയ്യാൻ എളുപ്പമായിരുന്നു. ഈവൻ VKP ആണെങ്കിലും ആയില്ല ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തരും. ഈവൻ ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നത് ലവ് എക്സ്പ്രഷൻസ് ഒക്കെ കൊടുക്കാനായിരുന്നു. ഫീലിങ്സ് ഒക്കെ കൊടുക്കാൻ ഭയങ്കര ചമ്മലും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളൊരിത്. നമുക്ക് എന്ത് ചെയ്താലും അത് ഓക്വേർഡാണോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓക്കെ ആയിട്ട് വന്നു. സ്ക്രിപ്റ്റ് വായിച്ചതെന്ന് പറയുന്നത് ഞാൻ വായിക്കുന്നത് ഷിക്കാറിലെ സ്ക്രിപ്റ്റ് തന്നെയാണ്. സ്ക്രിപ്റ്റ് എനിക്കിരുന്ന് വായിച്ച് തീർക്കുമെന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തിയിരുന്ന് ഒറ്റ ഇരിപ്പിന് വായിച്ച് തീർത്തു ഞാനത്. കാരണം എനിക്ക് ഭയങ്കര ഈഗർനെസ് ആയിരുന്നു. എന്താണ് സംഭവം, എങ്ങനെയാണ് ലാലേട്ടൻ്റെ മകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും ക്യാരക്ടർ, ഏത് രീതിയിലാണ് അതിൻ്റെ മാനറിസംസ്. ഒരിക്കൽ നീ പറഞ്ഞു, പതുക്കെ നീ പറഞ്ഞു, പ്രണയം ഒഴുകും പുഴയാണെന്ന്, പ്രണയം ഒഴുകും പുഴയാണെന്ന്. തമിഴിലെ എൻ്റെ ഫസ്റ്റ് മൂവി നാടോടികളാണ്. എനിക്ക് ഫിലിമാണ് എൻ്റെ കരിയർ എന്ന് ഞാൻ തീരുമാനിച്ചത് നാടോടികൾക്ക് ശേഷമാണ്. കാരണം ആ ഒരു ഫിലിം എനിക്ക് എൻ്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ടോട്ടലി ഈവൻ ആ സെറ്റ്, അതിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, ഒരു ഈവൻ മലയാളം അറിയാതെ പോയൊരു കുട്ടിയാണ് ഞാൻ. പക്ഷെ എന്നെ അവിടെ ചെന്നിട്ട് മലയാളമല്ല തമിഴ് അറിയാണ്ട് പോയൊരു കുട്ടിയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് തമിഴ് പഠിപ്പിച്ചു തന്നു. എന്നെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിച്ചു. അതിനുള്ളൊരു എഫേർട്ട് അവിടെ എടുത്തു. അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കടപ്പാടുള്ളൊരു ഫിലിമാണ് നാടോടികൾ. ടോട്ടലി എല്ലാവരും, കനിസാറാണെങ്കിലും മാമനാണെങ്കിലും എല്ലാവരും നമ്മളോട് ഭയങ്കര ഫ്രീ ആയിട്ടായിരുന്നു അവരുടെ പെരുമാറ്റമാണെങ്കിലും. സുബ്രഹ്മണ്യപുരം എന്ന ചിത്രത്തിന് ശേഷം ശശികുമാർ നായകനായി അരങ്ങേറിയ ചിത്രമായിരുന്നു നാടോടികൾ. ശശികുമാറിന്റെ നായികയായി അഭിനയിച്ചതിനെ കുറിച്ച് അനന്യ. മാമൻ്റെ ഒപ്പം ചെയ്തപ്പോൾ ശശിയേട്ടൻ എന്താ ടെൻഷനായിരുന്നു. ആദ്യം ഭയങ്കര പേടിയായിരുന്നു. അയ്യോ എൻ്റെ അമ്മ ചീത്ത പറയുമോ, കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം സുബ്രഹ്മണ്യപുരം എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് മൂവി തന്നെ ഹിറ്റ് കൊടുത്തു. അയ്യോ എങ്ങനെയായിരിക്കും, ചീത്ത പറയുമോ, ഹീറോ ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. പക്ഷെ ആ ഒരു സംഭവം ഇല്ല. ചീത്ത പറയുക, എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കുള്ളൂ. ഭയങ്കര കൂളാണ്, ഭയങ്കര കാമാണ്, ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇത്രയും ഫ്രീ ആയിട്ട് മിങ്കിൾ ചെയ്തൊരു അല്ലെങ്കിൽ സെറ്റിൽ ഇത്രയും ഫ്രീ ആയിട്ടുള്ളൊരു ഡയറക്ടർ തന്നെ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ ഭയങ്കര എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇത്. പക്ഷെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു നമുക്ക്. എനിക്ക് ഓരോ സീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരലും ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഈവൻ കനിസാറ് പറഞ്ഞു തരുവാണെങ്കിലും മാമൻ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതാണ് നിൻ്റെ ഫീൽ, ഇതിങ്ങനെയാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. ഇപ്പോൾ ചോദിച്ചാൽ തന്നെ ഒരു ഹെസിറ്റേഷനൊന്നുമില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരില്ല, അങ്ങനെയൊന്നുമില്ല, പറഞ്ഞു തരും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആദ്യ സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ടെൻഷനായിരുന്നു. അയ്യോ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് പറയുമോ, കൂവോ, കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ എന്നെ ഭാഗ്യം കൊണ്ട് എനിക്ക് അതിനെ ആർക്കും മനസ്സിലായില്ല. അത് എനിക്ക് തോന്നുന്നു സുഖമായിട്ട് എനിക്ക് വെളിയിൽ പോവാം, ഔട്ടിങ് പോവാം. ആരും എന്നെ പെട്ടെന്ന് തിരിച്ചറിയില്ല. ശ്രദ്ധിച്ചിരുന്ന മാത്രമാണ് എന്നെ ഇതാ കുട്ടിയല്ലേ എന്നുള്ളൊരു ഇത് വരുള്ളൂ. അല്ലെങ്കിൽ സുഖമായിട്ട് വെളിയിൽ പോവാം, കറങ്ങാം,
ഇപ്പം തിയേറ്ററിൽ പോയിട്ട് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ആരും എന്നെ മനസ്സിലാക്കിയില്ല, ആരോ വന്ന് പടം കണ്ടു പോയി, ആ ഒരു ഫീലായിരുന്നു. പക്ഷേ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ എന്നെ കാണാൻ എങ്ങനെ ഉണ്ടാവും, ആ ലുക്ക് ശരിയാവും ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആദ്യമായിട്ട് എൻ്റെ പോസിറ്റീവ് കാണുന്നതായിരുന്നു. ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരും. അയ്യോ ഞാൻ ഇങ്ങനെയാണോ ചെയ്തത്, ഞാൻ ഇങ്ങനെയാണോ ഇരുന്നിരുന്നതെന്നൊക്കെ. ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് അമൃത വ്യൂവേഴ്സിൻ്റെ ഒപ്പം കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ കാര്യങ്ങൾ, എൻ്റെ ഫിലിമിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിൽ. താങ്ക് യു.